നമസ്കാരം. ഇറാൻ യുദ്ധം ദിനംപ്രതി കൂടുതൽ സങ്കീർണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം ആരംഭിച്ചിട്ട് നിരവധി ആഴ്ചകൾ കഴിഞ്ഞിട്ടും സംഘർഷം അവസാനിക്കുന്ന ലക്ഷണങ്ങളൊന്നും ഇല്ല. മറിച്ച് ഓരോ ദിവസവും പുതിയ സംഭവ വികാസങ്ങൾ ലോകത്തെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുകയാണ്. ഏപ്രിൽ 2 നടന്ന ഒരു നിർണായക സംഭവം ഈ യുദ്ധത്തിന്റെ ഗൗരവം വീണ്ടും വ്യക്തമാക്കുകയാണ്. കരാച്ച് നഗരത്തെയും തലസ്ഥാനമായ ടെഹ്റാനെയും ബന്ധിപ്പിക്കുന്ന ഇറാന്റെ അഭിമാനമായിരുന്ന മേൽപ്പാലം അമേരിക്കൻ സൈന്യം ഭാഗികമായി തകർത്തെറിഞ്ഞു. 136 മീറ്റർ ഉയരമുള്ള ഈ പാലം പശ്ചിമേഷ്യയിലെ ഒരു എഞ്ചിനീയറിംഗ് മാസ്റ്റർ പീസ് എന്ന നിലയിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിന്റെ നിർമ്മാണം ഇറാന്റെ സാങ്കേതിക മുന്നേറ്റത്തിന്റെ പ്രതീകം കൂടിയായിരുന്നു. എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് അത് യുദ്ധത്തിന്റെ ഇരയായി മാറി. അതായത് തന്നെ തകർത്തെടുത്തു. പാലം തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് പ്രതികരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ശക്തമായ മുന്നറിയിപ്പ് നൽകി. അതായത് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. ഇത് ഒരു തുടക്കം മാത്രമാണെന്ന്, ഇനി ചെയ്യാനുള്ളത് വളരെ ഏറെയുണ്ട് എന്നായിരുന്നു ട്രംപിന്റെ സന്ദേശം. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന യുദ്ധത്തിന്റെ ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നതാണ്. സമാധാന ചർച്ചകൾക്ക് പകരം സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള അമേരിക്കയുടെ നിലപാട് ഇതിലൂടെ കൃത്യമായി വ്യക്തമാകുന്നുണ്ട്. എന്നാൽ എല്ലാ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാൻ തലകുനിക്കാതെ നിൽക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ശക്തമായ സൈനിക ആക്രമണങ്ങളെ നേരിട്ടിട്ടും സ്വന്തം ശക്തിയിലും ദേശീയ അഭിമാനം സംരക്ഷിക്കാനും ഇറാൻ എടുക്കുന്ന നിലപാട് ഒരു ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെടുമ്പോൾ അത് വെറുമൊരു ഭൗതിക നാശനഷ്ടമല്ല, അത് അവരുടെ ആത്മവിശ്വാസത്തെ പരീക്ഷിക്കുന്ന ഒന്നുകൂടിയാണ്. എന്നാൽ ഇറാൻ ഈ സാഹചര്യത്തെയും ഒരു സഹനശേഷിയുടെ പരീക്ഷണമായാണ് കണക്കാക്കപ്പെടുന്നത്. അവരുടെ തന്ത്രപരമായ സഹനവും പുറം സമ്മർദ്ദങ്ങളെ നേരിടാനുള്ള കഴിവും ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുകയാണ്. എന്നാൽ യുദ്ധം ഇറാനെ മാത്രം ബാധിക്കുന്നില്ല. അമേരിക്കൻ സൈന്യത്തിനുള്ളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സൈന്യത്തിലെ ഒരു നിർണായക തീരുമാനമെടുത്തത് ലോകത്തെ ആകെ ഞെട്ടലാഴ്ത്തിയിരിക്കുകയാണ്. അമേരിക്കൻ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന ജനറൽ റാൻഡി ജോർജിനെ സ്ഥാനത്തു നിന്നും നീക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. ഈ നീക്കം പെന്റഗണിനുള്ളിലെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെയാണ് ഈ നീക്കം ഉണ്ടായത് എന്നതും അതിന്റെ പ്രാധാന്യവും വിവാദവും വർദ്ധിപ്പിക്കുകയാണ്. സൈനിക തലത്തിൽ സ്ഥിരത അത്യാവശ്യമായ ഒരു സമയത്ത്, അതായത് ഈ സമയത്ത് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ പുറത്താക്കിയത് തന്ത്രപരമായ തീരുമാനമാണോ അതോ രാഷ്ട്രീയ ഇടപെടലാണോ എന്നതാണ് ചർച്ചയാകുന്നത്. ജനറൽ റാൻഡി ജോർജ് ഒരു സാധാരണ സൈനിക ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നില്ല. 1982 US സൈന്യത്തിൽ ചേർന്ന അദ്ദേഹം തന്റെ കരിയറിൽ നിരവധി പ്രധാന യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഡെസർട്ടേഷൻ ഷീൽഡ്, ഡെസർട്ട് ടൈറ്റൻ സ്റ്റോപ്പ്, ഓപ്പറേഷൻ ഇറാഹി ഫ്രീഡം, ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്നിവയിൽ അദ്ദേഹത്തിന്റെ സേവനം ശ്രദ്ധേയമാണ്. വെസ്റ്റ് പോയിന്റിലെ അമേരിക്കൻ മിലിറ്ററി അക്കാദമിയിൽ നിന്നും 1988 കമ്മീഷൻ നേടിയ ജോർജ് പതിറ്റാണ്ടുകളോളം സൈന്യത്തിന്റെ വിവിധ നേതൃസ്ഥാനങ്ങളിൽ വഹിച്ചിട്ടുണ്ട്. 4ാം ഇൻഫൻട്രി ഡിവിഷന്റെ കമാൻഡറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം പിന്നീട് ആർമിയുടെ വൈസ് ചീഫ് ഓഫ് സ്റ്റാഫായി പ്രവർത്തിച്ചു. 2023 അദ്ദേഹം അമേരിക്കൻ സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായി നിയമിതനായി. അദ്ദേഹത്തിന്റെ നേതൃഗുണങ്ങളെയും യുദ്ധപരിചയവും പരിഗണിച്ചാൽ അപ്രതീക്ഷിതമായ ഈ നീക്കം പലരെയും ആശ്ചര്യപ്പെടുത്തുകയാണ്. ഔദ്യോഗികമായി അദ്ദേഹത്തെ നീക്കാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് മുൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റുമായുള്ള അടുത്ത ബന്ധം അദ്ദേഹത്തിന് തിരിച്ചടിയായിരിക്കാം എന്നാണ് ഒരു കണക്കുകൂട്ടൽ. പീറ്റർ ഹെഗ്സത്തിന്റെ സൈന്യത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. ഏതായാലും ട്രംപിന്റെ നയങ്ങൾക്ക് അനുസൃതമായി സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായാണ് വിശ്വാസ്യത ഉറപ്പാക്കാൻ അദ്ദേഹം ചില ഉയർന്ന ഉദ്യോഗസ്ഥരെ മാറ്റുന്നു എന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ജനറൽ ജോർജിന്റെ പുറത്താക്കൽ ഒരു വലിയ തന്ത്രപരമായ നീക്കമാണോ അല്ലെങ്കിൽ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഫലമാണോ എന്നതിൽ കൃത്യമായ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്നാൽ യുദ്ധത്തിന്റെ മധ്യേ ഇത്തരമൊരു മാറ്റം സൈന്യത്തിന്റെ കാര്യക്ഷമതയെ ബാധിക്കുമോ എന്ന ആശങ്ക പരക്കെ ഉയരുന്നുണ്ട്. ജനറൽ ജോർജിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ജനറൽ ക്രിസ്റ്റഫർ ലാനൻ ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫായി ചുമതല ഏറ്റിരിക്കുകയാണ്.